േറെ കലാസ്നേഹികളെ, ഞാൻ ഫാദർ ജേക്കബ് ദയാനന്ദ് OAC, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. നമ്മുടെ നാട് ഒരു കാലത്ത് ഭക്ഷ്യസുരക്ഷയിൽ സുരക്ഷിതമായിരുന്നു. ഇന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജീവന്റെ തലമുറകൾക്ക് അന്ത്യം കുറിക്കുന്ന മാരകമായ കൊടും കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് തടയിടുവാൻ നമ്മൾ നമ്മുടെ തനതായ കാർഷിക സംസ്കൃതിയിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ ഒരു സൂചന പോലെ ഓർമ്മിപ്പിക്കുവാൻ ഒരു ദൃശ്യ സാക്ഷാത്കാരം ഞങ്ങളുടെ ചിത്രകലാ അധ്യാപകൻ സുനിൽ തഴക്കര രചനയും സംവിധാനവും നിർവഹിച്ച് മാറിവാനിയോ സ്കൂൾ കലാവേദി 14ാമത് വാർഷിക ദിനത്തിൽ നിറവ് 2015 അവതരിപ്പിക്കുന്നു. മണ്ണാണ് ജീവൻ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ആശാനെ, ആശാനെ, ചേട്ടാ എവിടെയൊക്കെ നോക്കി? എത്ര വിളിച്ചു? നേരം വെളുത്തില്ല, അതിനു മുമ്പ് പണിക്കിറങ്ങി. അതെങ്ങനാ? മനസ്സ് മുഴുവൻ ഈ കൃഷിയിടത്തിലല്ലേ? ആശാനെ, ആശാനെ! ഞാനിവിടെ ഉണ്ടോ? താൻ രാവിലെ ഇങ്ങ് പോന്നു. എന്താ കൃഷ്ണ, എന്തിനാ വിളിച്ചു പോകുന്നത്? എന്താടോ, എന്തു പറ്റി? ദേ, ഇന്നത്തെ പത്രത്തിലെ വാർത്ത കണ്ടോ? ഇതൊന്ന് വായിച്ചു നോക്കിയേ. പിള്ളേർക്ക് ഇന്ന് അവധിയായതുകൊണ്ട് ഞാനും മക്കളും രാവിലെ തന്നെ പണിക്കിറങ്ങി. അവരും ചെറുപ്പത്തിലെ കൃഷിയെക്കുറിച്ച് പഠിക്കട്ടെ. ഞങ്ങൾ രാവിലെ നെല്ലിന്റെ കുറെ കള പറിച്ച് നീക്കി. പിന്നെ അവിടെ കുറെ വാഴക്കൊല ഭാഗമായി നിൽക്കുക. താൻ രാവിലെ തന്നെ അതിങ്ങ് വെട്ടിയെടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തേക്കാമെന്നേ. ഈ പത്രം ഒന്ന് വായിച്ചേ. എന്താടോ ഇത്ര വലിയ കാര്യം? മോളാ പത്രം ഒന്ന് മേടിച്ച് വായിച്ചേ. കേരളം മുഴുപട്ടണിയിലേക്ക്. ഇന്നലെ മുതൽ കേരളത്തിലേക്ക് ഉള്ള ഭക്ഷ്യധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വരവ് നിലച്ചിരിക്കുന്നു. കൃഷ്ണ, എന്താടോ കാര്യം? ചരക്ക് ലോറി സമരമാവും. മോൾ ആ പേപ്പർ ഇഞ്ഞതാ, ഞാൻ വായിക്കാം. ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നമ്മുടെ കേരളത്തിലെ പോലെ കൃഷി കുറഞ്ഞിരിക്കുന്നു. അവർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അവർക്കവിടെ തികയുന്നില്ല. അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ചിരിക്കുന്നു. ആശാനെ, അങ്ങനെയെങ്കിൽ നമ്മുടെ നാട് കൊടും പട്ടിണിയിലേക്ക് പോകുമല്ലോ. അനുഭവിക്കണം, ഈ നാട് അനുഭവിക്കണം. ദൈവത്തിന്റെ സ്വന്തം നാട് അനുഭവിക്കണം. കൃഷ്ണ, താൻ ഓർക്കുന്നോ, ഞാൻ ഈ കൃഷി ചെയ്യുന്നതിന് എന്നെ പുച്ഛിച്ചവരും ഈ കൃഷിഭൂമി കൈക്കലാക്കാൻ ശ്രമിച്ചവരുമുണ്ട്. എനിക്ക് പേടിക്കണ്ടോ? എനിക്ക് തന്നോ തന്റെ കുടുംബത്തിനും പേടിക്കണ്ട. ഒരു രാസവളങ്ങളും ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടത് നമ്മുടെ മണ്ണിൽ വിളയുന്നുണ്ട്. നമ്മുടെ പത്തായപ്പുര നിറഞ്ഞു കിടക്കുകയല്ലേടൂ. എന്തിനു നമ്മൾ പേടിക്കണം? എന്താ ആശാനെ, ആശാനൊരു ഭയം പോലെ?
എന്നാലും നമ്മുടെ നാട് ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ വീടിന്റെ മുമ്പിൽ കുറെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നു. അങ്ങോട്ടൊന്ന് വാ. ഉദ്യോഗസ്ഥരും മറ്റോ ആണെന്നാ തോന്നുന്നത്. ദേ, അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ആരാ കൃഷ്ണ വരുന്നത്? അത് ആ മുൻപിൽ വരുന്നത് നമ്മുടെ MLA അല്ലേ? നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ദേ ഇതാരൊക്കെയാ എന്റെ കൂടെ വന്നിരിക്കുന്നത് നോക്കിയേ. ദേ ഇത് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, അതും വ്യവസായം. ദേ ഇത് നമ്മുടെ ജഡ്ജി അങ്ങൊന്ന്. പിന്നിത് അറിയാമല്ലോ, നമ്മുടെ സഹകരണ ബാങ്ക് മാനേജർ. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നു എന്തിനാണെന്ന് മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം ഏതോ ചാനലിൽ ജൈവകൃഷി ചെയ്യുന്ന കർഷക കുടുംബത്തെ പരിചയപ്പെടുത്തിയപ്പോ അന്ന് വന്ന് കാണണമെന്ന് കരുതിയതാ. വരാനുള്ള സാഹചര്യം ഇപ്പോഴാ എത്തിയത്. ഇന്നത്തെ വാർത്ത അറിഞ്ഞു കാണുമല്ലോ. ഇനി ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമമായിരിക്കും എന്നുള്ളത് സത്യമാണ്. അതാ ഞങ്ങൾ നേരത്തെ തന്നെ രഹസ്യമായി പോരുന്നത്. ഇനിയും വന്ന കാര്യം പറയാം. ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തരാം. ദിവസവും ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കും. പണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പിടി. എന്നിട്ടില്ല, പണം ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവരുതല്ലോ. ഞങ്ങൾക്ക് തന്നതിന്റെ ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തോ, ഒരു വിരോധവും. എനിക്കൊരു നിർബന്ധമുണ്ട്. ഈ കരാറിലും കൂടി ഒന്ന് ഒപ്പിടണം. വാക്ക് മാറരുതല്ലോ. നിയമം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു ശീലമായിപ്പോയി. അതൊക്കെ ആശ ശരിയാക്കുമെന്നേ. ആശ നമ്മുടെ ആളല്ലേ. മതി, നിർത്ത്. ഈ നാടിനെ ദുരന്തത്തിൽ എത്തിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. മാറി മാറി മത്സരിച്ച് ഭരിച്ചു മുടിപ്പിച്ചതല്ലാതെ നാടിന്റെ പട്ടിണി മാറ്റിയോ നിങ്ങൾ? ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ പട്ടിണി മാറ്റിയ വയലേലകൾ ഇന്ന് എവിടെ? ഒക്കെ നിങ്ങൾ ഉദ്യോഗസ്ഥരും കൂടി നിയമങ്ങൾ കാറ്റിൽ പറത്തി വൻകിട മുതലാളിമാർക്ക് മണ്ണിട്ട് നികത്തി ഫ്ളാറ്റുകൾക്കും വിമാനത്താവളത്തിനുമായി ഈ നാടിന് ഒറ്റുകൊടുത്തില്ലേ? ജഡ്ജിദ്ദേഹം, ഞാൻ കേട്ടിട്ടുണ്ട് ജീവന്റെ തലമുറയ്ക്ക് മരണം വിതയ്ക്കുന്ന മാരകമായ കൊടും കീടനാശിനിക്ക് എൻഡോസൾഫാന് അങ്ങനെ നിരവധി വൻകിട കമ്പനികൾക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചത്. മണ്ണിനോടും മനുഷ്യനോടും പ്രകൃതിയോടും കൊടും ക്രൂരത കാട്ടാൻ കൂട്ടുനിന്നിട്ട് ജൈവ കൃഷിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഈശ്വരന് തുല്യം ധർമ്മവും വിധിയും നടപ്പാക്കേണ്ട ന്യായാധിപൻ നിങ്ങളും ഈ നാടിനെ ദുരന്തഭൂമിയാക്കിയതിന്റെ പങ്കു പറ്റിയിട്ടില്ലേ? സാധാരണ കൃഷിക്കാർക്ക് സഹായമാകേണ്ട ബാങ്കുകൾ കടക്കിണിയിൽ അകപ്പെട്ട് വായ്പയെടുത്ത് കൃഷി ചെയ്ത് പ്രകൃതി ദുരന്തത്തിൽ നഷ്ടം വന്ന കർഷകരുടെ കിടപ്പാടം ജപ്തി ചെയ്ത് കുടിയിറക്കിയവർ, എന്നെപ്പോലെ പാവപ്പെട്ട എത്ര കൃഷിക്കാരെ നിങ്ങൾ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യിപ്പിച്ചു. ഈ നാടിനെ ഒരു ദുരന്തഭൂമിയാക്കുവാൻ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു. ഇപ്പോ സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ ഇവിടെ വന്നിരിക്കുന്നു.
ഈ നാടിനെ നരകമാക്കി മാറ്റിയ നിങ്ങളെ പോലുള്ളവർക്ക് ഈ മണ്ണിൽ കയറാൻ അവകാശമില്ല. ഇവിടുന്ന് കടന്നു പൊയ്ക്കോണം. ഇല്ലെങ്കിൽ ഈ കൊയ്ത്തരുവാളിനെ അരിഞ്ഞു വീഴ്ത്തും ഞാൻ. കടന്നു പോകാൻ. എടോ കൃഷ്ണ, തലമുറകളായി തന്ന കാർഷിക സംസ്കാരത്തെ നെഞ്ചിലേറ്റിയവനാണ് ഞാൻ. എനിക്ക് സ്വാർത്ഥനാവാൻ കഴിയില്ലടോ. ഭൂമിയോളം ക്ഷമയുള്ളവനാ കർഷകൻ. വിശപ്പിന്റെ തേങ്ങൽ എനിക്ക് നന്നായി അറിയാം. നമ്മുടെ നാട്ടിലുള്ളവരോട് പറയടോ, ഉള്ളതെല്ലാവർക്കും കൂടി തരാമെന്ന്. കൃഷ്ണ, എടോ എന്താടോ, എനിക്ക് വയ്യടോ. കൃഷ്ണ, എടോ എന്റെ നെഞ്ചിനകത്തൊരു വേദന പോലെ. ഞാൻ എന്താ ചെയ്യണ്ട ആശാനെ? കൃഷ്ണ, അയ്യോ ഓടി വരണേ. അയ്യോ എന്ത്? അയ്യോ 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 ആശാൻ എന്താ പറ്റി? എന്താ പറ്റിയത്? എന്തിനാ നിലവിളിച്ചത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ജോലി ചെയ്ത് തളർന്നപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോയിടൂ. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ദുർസ്വപ്നം. വരാൻ പോകുന്ന ദുരന്തത്തിന്റെ സ്വപ്നം. അതൊരു മുന്നറിയിപ്പായിരിക്കുമോ? ഞാൻ കണ്ട ദുർസ്വപ്നം നിങ്ങളും കണ്ടില്ലേ? കണ്ടു. അത് നടക്കാൻ പാടില്ല. നടന്നാൽ ഇല്ല, അങ്ങനെ നമ്മുടെ നാടിനെ ഒരു ദുരന്തത്തിൽ കൊണ്ടെത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നമുക്കായി നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങാം. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. ഓരോ